നമ്മളിപ്പോൾ ഉള്ളത് കേരള ബ്രാഹ്മണ സഭയുടെ ഓണം വിപണന മേളയിലാണ്. നമസ്കാരം. നമസ്കാരം. ഇത് അറിയുന്ന ആളാച്ചോ തുടങ്ങിയിട്ട് സ്റ്റോളെല്ലാം? ഇത് 15-ാം തീയതി തുടങ്ങി. 15-ാം തീയതി. എല്ലാ വർഷവും മാതിരി നിറയെ വെറൈറ്റി സാധനങ്ങൾ ഇരിക്കില്ല? ആസ് യൂഷ്വൽ, സംശയമേ ഇല്ലേ? ബ്രാഹ്മണ സഭ തന്നെ വെറൈറ്റി തന്നെ. നിറയെ വെറൈറ്റി അച്ചാറുകൾ ഇരിക്കുക. ആസ് യൂഷ്വൽ കൊണ്ടാട്ടങ്ങൾ നമ്മളോട് തനിമയാന രൂപത്തിലെല്ലാം ഉണ്ടാക്കുന്നത് നമ്മ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവരപ്പെട്ടത്. നിങ്ങൾ എങ്ങനെയൊക്കെ ഇതെല്ലാം സോഴ്സ് പண்றீங்க? ഇത് നമ്മ പാലക്കാട് ഗ്രാമങ്ങളാക്കും മെയിനായിട്ട്. പിന്നെ പിന്നെ ചേലക്കര ഇരിക്ക്, പിന്നെ തൃപ്പൂണിത്തുറ ഇരിക്ക്. എല്ലാം നമ്മളോട് ആൾക്കാർ സോഴ്സ് അല്ല. ഇതില് പിക്കിളോട് കാര്യം ഒന്ന് ചൊല്ലുങ്കോ. എന്നെല്ലാം പിക്കിൾ ഇருக்கு ചൊല്ലുങ്കോ. 16 തരം പിക്കിൾ ഇருக்கு. அப்படியா? 16 തരം ഇருக்கு. അതായത് കടുക് മാങ്കാലേന്ത് വടുകപ്പുളി വരെ ഇருக்கு. എല്ലാ പിക്കിളും ഇருக்கு. ആൻഡ് നമ്മളോട് സ്പെഷ്യാലിറ്റി ആണ് ചുണ്ടക്കായ ഇருக்கு, താമരവളയം ഇருக்கு, മറ്റേ വേപ്പിലക്കട്ടി, ദെൻ എന്താ പൊരുളങ്കായ ഇருக்கு. പൊരുളങ്കായ് ഇങ്ങനെ മാത്രം തന്നെ കിടക്കും, വേറെ എങ്കും കിടக்கிறதுக்கு ചാൻസ് ഇല്ല. പൊരുളങ്കായ അത് സ്പെഷ്യലി മേടാക്കും. അത് ബ്രാഹ്മണരുടെ ഒരു സ്പെഷ്യാലിറ്റി ആക്കും പൊരുളങ്കായ. രണ്ട് തരം മുറുക്ക് വെച്ചിട്ടുണ്ട്. പുഴുക്കലരിശിയും ഇருக்கு, പച്ചരിശിയും ഇருக்கு. രണ്ട് ടൈപ്പ് മുറുക്കും ഇருக்கு. പുഴുക്കലരിശി കൊഞ്ചം സോഫ്റ്റാ இருக்கும், പച്ചരിശി കൊഞ്ചം ആടാ இருக்கும். ഓണത്തിക്ക് പായസം, ഓണത്തിക്ക് ഉത്രാടത്തിക്ക് 2 പായസമാക്കും, പഴപ്രഥമനും പാലടയും. പിന്നെ ഓണത്തിക്ക് പാലട പ്രഥമം മാത്രം. പിന്നെ ദിവസം എന്നെല്ലാം ഉണ്ടാക്കുമല്ലോ തോന്നുന്നല്ലോ. ആ ദിവസം നമുക്ക് പുളിയിഞ്ചിയും കാണണം അടിച്ചിട്ടിരിക്കും. അമ്മേ ഡെയിലി അടിக்கிறதுக்கு അത്. അപ്പോൾ കേടേ വരാത്, നല്ല ഫ്രഷാക്കി കൊടുക്കില്ല എല്ലാവരും. അതുകാൻ നമ്മളോട് ഈ ബാക്കിൽ ഏതാ അടിക്കറോ. இந்த പ്രാവശ്യം അന്നപൂർണ കാറ്ററിംഗ് ആക്കും ചേരാ, ഗണേശനാക്കും ചേരാ. ഇത് ശ്രീ ഗണേഷ് പുളിയിഞ്ചി നിങ്ങളുടെ ആണല്ലേ ഇന്ന കൊല്ലം? ഇതിപ്പോ എത്രാമത്തെ ലോട്ടാക്കും? ഇത് 3ാമത്തെ ലോട്ടാണ്. ഇത് എത്ര ലിറ്റർ ഉണ്ട്? ഇതൊരു 250 ലിറ്റർ വെച്ചിട്ട് 3 ലോട്ടായിട്ടുണ്ടാവും. അപ്പൊ എത്ര കിലോ പുളിയൊക്കെ? 40 കിലോ പുളി, 25 കിലോ ഇഞ്ചി, 10 കിലോ മുളക്, പിന്നെ ശർക്കര, കായപ്പൊടി. ഇത് നമ്മൾ ഇത്രേ കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഒറിജിനൽ തമിഴ് റെസിപ്പിയാണ്. തമിഴ് റെസിപ്പിയാണ്. മധുരം കൂടുതലായിരിക്കും. അതാണോ ഡിഫറൻസ്? വ്യത്യാസം. മലയാളികൾ അധികം ഇത്ര മധുരം വേണ്ട, നമ്മുടെ നല്ല മധുരം വേണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പഴംപുളിയാണ്, അതിന് വ്യത്യാസം ഉണ്ടോ? അത് കാരണമാണ് ഈ കളർ അല്ലേ? കുഴപ്പമില്ല. എറണാകുളത്തപ്പനോட അനുഗ്രഹം, ധർമ്മശാസ്ത്രമാണ് അനുഗ്രഹം. നന്നാ പോയിട്ടുണ്ട്. ഞാൻ പാത്തേൻ കൗണ്ടറിലെ കുഞ്ചു കുഞ്ചു കുട്ടികളെല്ലാം ഇല്ല, ഭയങ്കര ഉത്സാഹമാക്കും. ഇതാ അങ്കെല്ലാം കുട്ടികളെല്ലാം നിക്കറ. എവരിബഡി ഈസ് വെരി ഹാപ്പി. ആമാ പെരിയാ കൂടെ കുട്ടികള്, മാമിമാര് സായന്തരം 4 മണിയിലെന്ത് മാമിമാരെ വന്ന് നിപ്പ എല്ലാം ഹോണറി വർക്കാൻ കുതല്ല. എന്താ ഇതിലെന്ത് കടക്കപ്പെട്ടതെല്ലാം നമ്മൾ ഓരോ ചാരിറ്റിക്കൊക്കെ ചെയ്യപ്പെട്ടത്. മാരേജ് എയ്ഡ്, എഡ്യൂക്കേഷൻ എയ്ഡ്, മെഡിക്കൽ എയ്ഡ്, ഇതെല്ലാം ഇതിലെന്ത് കടക്കപ്പെട്ട ലാഭത്തിൽ നമ്മൾ കൊടുക്കപ്പെട്ടതാക്കും. അതുതന്നെ ഇതിനോട് ഹൈലൈറ്റ്. വി ആർ ഓൾ ഡൂയിങ് ഹോണറി വർക്ക്. വെരി നൈസ്. ரொம்ப നന്നായി. താങ്ക് യു. ഹാപ്പി ഓണം ടു ഓൾ.